എല്ലാവർക്കും MCO 5-ന്റെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം. DuPont model of financial analysis. While ratio analysis helps to a great extent in performing the financial statement analysis, most of the time one would be left in confusion with the unemptied ratio calculation in hand. Hence, one has to have guided and structured form of ratio analysis to get a complete picture of the overall performance. റേഷ്യോ അനാലിസിസിലൂടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും ആ ഒരുപാട് റേഷ്യോ ഇതിനു വേണ്ടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് എന്നുള്ള കൺഫ്യൂഷൻ നമ്മുടെ മനസ്സിൽ ഏതൊക്കെ റേഷ്യോ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളതിൻ്റെ കൺഫ്യൂഷൻ നിലനിൽക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഏതൊക്കെ റേഷ്യോ ആണ് നമ്മൾ ഫിനാൻഷ്യൽ അനാലിസിസിൻ്റെ ഭാഗമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്ന് ഗൈഡ് ചെയ്യുന്ന ഒരു സ്ട്രക്ചേർഡ് ഫോം ഓഫ് റേഷ്യോ അനാലിസിസ് ആണ്. റേഷ്യോ അനാലിസിസ് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള വേയിൽ ചെയ്യുന്നതിന് പറയുന്നതാണ് ഡ്യൂപോണ്ട് മോഡൽ ഓഫ് അനാലിസിസ്. സ്ട്രക്ചേർഡ് ഫോം ഓഫ് റേഷ്യോ അനാലിസിസിലൂടെ നമുക്ക് കമ്പനിയുടെ ഓവറോൾ പെർഫോമൻസും കമ്പനിയുടെ റിസ്ക്കും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. DuPont analysis is an expression which breaks return on investment into three parts. The name comes from the DuPont company that began using this formula in the 1920s. DuPont explosives salesman Donaldson Brown invented the formula in an internal efficiency report in 1912. DuPont analysis return on equity-നെ മൂന്നായിട്ട് ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ പേര് വന്നത് ഡ്യൂപോണ്ട് കമ്പനിയിൽ നിന്നാണ്. 1920 ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഡ്യൂപോണ്ടിലെ എക്സ്പ്ലോസീവ് സെയിൽമാൻ ആയിരുന്നിട്ടുള്ള ഡൊണാൾഡൻ ബ്രൗൺ ആണ് ഇന്റേണൽ എഫിഷ്യൻസി റിപ്പോർട്ടിൽ 1912 ആദ്യമായിട്ട് ഈ ഫോർമുല ഉപയോഗിച്ചത്. ഈ ഫോർമുല പ്രകാരം റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാർജിൻ ഇൻറ്റു അസറ്റ് ടേൺ ഓവർ ഇൻറ്റു ഇക്വിറ്റി മൾട്ടിപ്ലയർ, അതായത് ഫിനാൻഷ്യൽ ലെവറേജ് ആണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി. ദെയർഫോർ net profit divided by sales into sales divided by average average total assets into average total asset divided by average equity ആണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ആയിട്ട് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. റിട്ടേൺ ഓൺ ഇക്വിറ്റി is equal to net income divided by sales into sales divided by total assets into total assets divided by average shareholders equity. റിട്ടേൺ ഓൺ അസറ്റും റിട്ടേൺ ഓൺ ഇക്വിറ്റി എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടി 3 റേഷ്യോ ആണ് ഉപയോഗിക്കുന്നത്: ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ റേഷ്യോ, അസറ്റ് ടേൺ ഓവർ റേഷ്യോ ആൻഡ് ഇക്വിറ്റി മൾട്ടിപ്ലയർ. അപ്പോൾ ഡ്യൂപോണ്ട് അനാലിസിസിലൂടെ ഇൻവെസ്റ്റർക്ക് കൂടുതലായിട്ട് മീനിങ് ആയിട്ടുള്ള കമ്പനിയെ കുറിച്ചുള്ള ഒരു പിക്ചർ, ഫിനാൻഷ്യൽ പൊസിഷനെ കുറിച്ചുള്ള ഒരു കംപ്ലീറ്റ് മീനിങ് ആൻഡ് ഹോളിസ്റ്റിക് പിക്ചർ ഡ്യൂപോണ്ട് അനാലിസിസിലൂടെ ലഭിക്കുന്നതാണ്. ഡ്യൂപോണ്ട് അനാലിസിസ് ഓൾസോ DuPont model is a financial ratio based on return on equity ratio that is used to analyze a company's ability to increase its return on equity. DuPont അനാലിസിസ്, DuPont മോഡല് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസിന് വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കാണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി റേഷ്യോനെ വെച്ചുകൊണ്ട് കമ്പനിക്ക് റിട്ടേൺ ഓൺ ഇക്വിറ്റി കൂട്ടാൻ പറ്റുമോ എന്നുള്ള അനാലിസിസ് ആണ് നമ്മൾ DuPont അനാലിസിസിലൂടെ നടത്തുന്നത്. DuPont അനാലിസിസ് ലുക്സ് അറ്റ് 3 മെയിൻ കമ്പോണൻസ് ഓഫ് റിട്ടേൺ ഓൺ ഇക്വിറ്റി റേഷ്യോ. DuPont അനാലിസിസിൽ 3 കമ്പോണൻസ് ആണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി റേഷ്യോയിൽ വരുന്നത്. ഒന്ന് പ്രോഫിറ്റ് മാർജിൻ, 2 ടോട്ടൽ അസറ്റ്സ് ടേൺ ഓവർ, 3 ഫിനാൻഷ്യൽ ലിവറേജ്. എ കമ്പനി ക്യാൻ ഇൻക്രീസ് ഇറ്റ്സ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ബൈ മെയിൻറ്റെയിനിങ് എ ഹൈ പ്രോഫിറ്റ് മാർജിൻ, ഇൻക്രീസിങ് അസറ്റ്സ് ടേൺ ഓവർ ഓർ ലിവറേജിങ് അസറ്റ്സ് മോർ എഫക്റ്റീവ്ലി. ഒരു കമ്പനിക്ക് റിട്ടേൺ ഓൺ ഇക്വിറ്റി കൂട്ടാൻ സാധിക്കുന്നതാണ് നല്ല രീതിയിലുള്ള ഹൈ പ്രോഫിറ്റ് മാർജിൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, അസറ്റ് ടേൺ ഓവർ ഇൻക്രീസ് ചെയ്തുകൊണ്ട്, ലിവറേജ് അസറ്റിനെ കൂടുതലായിട്ട് ലിവറേജ് ചെയ്തുകൊണ്ടും എഫക്റ്റീവായിട്ട് ലിവറേജ് ചെയ്തുകൊണ്ടും റിട്ടേൺ ഓൺ ഇക്വിറ്റി കൂട്ടാൻ സാധിക്കുന്നതാണ്. ദ DuPont മോഡൽ ഇക്വേറ്റ്സ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ടു പ്രോഫിറ്റ് മാർജിൻ, അസറ്റ് ടേൺ ഓവർ ആൻഡ് ഫിനാൻഷ്യൽ ലെവറേജ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് മാർജിൻ ഇൻറ്റു total assets turnover into financial leverage. DuPont analysis was developed to analyze the return on equity and the effects that different business performance measures have on this ratio. But DuPont analysis ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് റിട്ടേൺ ഓൺ ഇക്വിറ്റിനെ വെച്ചുകൊണ്ട് ബിസിനസിന്റെ പെർഫോമൻസ് മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. The objective is to analyze the variables causing the current return on equity.
അപ്പോൾ ഇതിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് റിട്ടേൺ ഓൺ ഇക്വിറ്റിനെ കൺസിഡർ ചെയ്യുന്ന വേരിയബിൾസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഫോർ ഇൻസ്റ്റൻസ്, if the investors are satisfied with a low return on equity, the management can use this formula to pinpoint the problem area, whether it is a low profit margin, assets turnover, or poor financial leveraging. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് റിട്ടേൺ ഓൺ ഇക്വിറ്റിയിൽ അൺസാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാനേജ്മെന്റിന് ഡ്യൂപോണ്ട് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് എവിടെയാണ് പ്രശ്നം എന്നുള്ള കാര്യം കണ്ടെത്താൻ സാധിക്കും. ലോ പ്രോഫിറ്റ് മാർജിൻ ആണോ, അസറ്റ് ടേൺ ഓവർ കുറവായതുകൊണ്ടാണോ, പുവർ ഫിനാൻഷ്യൽ ലിവറേജിംഗ് കൊണ്ടാണോ എന്നുള്ള കാര്യം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. വൺസ് ദ പ്രോബ്ലം ഈസ് ഡിറ്റർമൈൻഡ്, മാനേജ്മെന്റ് ക്യാൻ അറ്റംപ്റ്റ് ടു കറക്റ്റ് ഡീവിയേഷൻസ്. അപ്പോൾ പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ മാനേജ്മെന്റിന് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് എടുക്കാൻ സാധിക്കുന്നതാണ്.